ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് രണ്ടാം പാർട്ടാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, കുറച്ച് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ എ ഡി എന്നൊരു വര വരച്ചിട്ട് ഇവിടെ ബി സി എന്നൊരു വര കുത്തനെയും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെരിവുകളൊന്നുമില്ലാതെ നല്ല നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എ ബി സി എന്ന് പറയുന്ന ഈ ഒരു കോണളവും സി ബി ഡി എന്ന് പറയുന്നൊരു കോണളവും നോക്കൂ, കണ്ടിട്ട് എന്താണ്, മട്ടകോണാണ്. അതായത് 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. സി ബി ഡി എത്രയാണ്? 90 ഡിഗ്രി. കോൺ എ ബി സിയും എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവ രണ്ടും ചേരുമ്പോൾ എന്താണ്? കോൺ എ ബി സിയും കോൺ സി ബി ഡിയും ചേരുമ്പോൾ എന്താണ്? 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു അർദ്ധവൃത്തം. നമുക്കറിയാം ഒരു വൃത്തം എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിന് പകുതി എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ ഈ എ ബി സി അത് 90 ഡിഗ്രിയും പിന്നെ സി ബി ഡി അതും എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ പകുതി, ഇവിടെ മൊത്തം കോണളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം കേട്ടോ. ഇതിൽ പൂർണ്ണമായിട്ടുള്ള എത്രയാണ് വരുന്നത്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു സെസ്ക്വയർ എടുത്താൽ ആ സെസ്ക്വയർ നിങ്ങളെന്ത് ചെയ്തു? ആ പിന്നെ 90 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി അത് കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ മറ്റേ സെസ്ക്വയർ എത്രയാണ്? 90, 45, 45 ആ മൂന്നും കൂട്ടിയാൽ എത്ര വരുന്നത്? 180 ഡിഗ്രിയാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ രണ്ടെണ്ണം ചേർന്ന് നിൽക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോണുകളെ വിളിക്കുന്ന പേരാണ് രേഖീയ ജോഡികൾ എന്നാണ് പറയുന്നത്. രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളെ രേഖീയ ജോഡികൾ എന്ന് പറയുന്നു. മാത്രമല്ല ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ ആകെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. വളരെ ശ്രദ്ധിക്കാനാണ്. വെൻ ടു ലൈൻസ് മീറ്റ് അറ്റ് എ പോയിൻറ്റ്, ടു ആംഗിൾസ് ഫോംഡ്. ദീസ് ആംഗിൾസ് ആർ കോൾഡ് linear pairs. The sum of angles in a linear pair is 180 degree. ഓക്കെ. അപ്പോൾ രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകൾ രേഖീയ ജോഡികൾ എന്ന് വിളിക്കുന്നു. ആ രേഖീയ ജോഡികൾ എന്തായിരിക്കും? അവയുടെ ആകെ കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു 90ഉം 90ഉം. ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ കാണിക്കുമ്പോൾ ഒന്നുകൂടി കൂടുതൽ മനസ്സിലാകും. ഈ ഒരു കോണളവ് നോക്കൂ, നേരത്തെ കാണിച്ചതിൽ നിന്നും കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇടത്തോട്ട് ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് പൂർണ്ണമായിട്ടും എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ചെരിഞ്ഞ് നിൽക്കുന്ന എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ എതിർക്കോൺ എത്രയായിരിക്കും? അതിൻ്റെ അപ്പുറത്തുള്ള കോൺ എത്രയായിരിക്കും? ജോഡിയായിട്ട് വരുന്ന കോണുകൾ എത്രയായിരിക്കും? എങ്ങനെ കാണാം? 180ൽ നിന്ന് ഈ 60 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 120 ഡിഗ്രി. അപ്പോൾ അവിടെ എത്രയായിരിക്കും? 120 ഡിഗ്രി. അപ്പോൾ ഈ കോണെന്ന് പറയുന്നത്, രേഖീയ ജോഡി കോണുകൾ എന്ന് പറയുന്നത് എന്താണ്? 120ഉം 60ഉം ചേർന്നിട്ടുള്ള കോണുകളാണ്. അപ്പോൾ മറ്റൊരു ഉദാഹരണം നോക്കൂ. ഒന്നുകൂടി ഇടത്തോട്ട് ചരിച്ച് അത് 30 ഡിഗ്രി ആക്കി. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എത്ര ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കോണളവ്? എങ്ങനെ കാണുക? 180ൽ നിന്ന് ഈ ഒരു 30 കുറച്ചാൽ മതി. അപ്പോൾ രേഖീയ ജോഡികളായിട്ട് വരുന്ന കോണുകളുടെ ആകെ തുക എത്രയായിരിക്കും? 180 ആണ്. മനസ്സിലെപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഈ 180ൽ നിന്ന് നമുക്ക് എത്ര അളവാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ അളവ് കൊടുത്തിട്ടില്ല, പക്ഷേ 30 ഡിഗ്രി ആണ് അവിടെ. നമുക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു അളവ് തരും. ഓക്കെ. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി കോണളവാണ്, ചെറിയ ഒരു കോണളവ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 180ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും? 150 ഡിഗ്രി. അപ്പോൾ ഈ ഒരു വലിയ കോണിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 150 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കൂ. ഇവിടെ സി ബി ഡി, കോൺ സി ബി ഡി 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺ എ ബി സി, ബിയുടെ ഭാഗത്തുള്ള ആ ഒരു കോണളവ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇത് ഫുള്ളായിട്ട് എത്രയായിരിക്കും? 150 ഡിഗ്രി. രേഖീയ ജോഡിയാണ്. 150, രണ്ട് കോണുകളുടെ അളവ് മൊത്തം എത്രയായിരിക്കും? 150 ഡിഗ്രി ആയിരിക്കും. 150ൽ നിന്നും 70 കുറച്ചാൽ എന്ത് കിട്ടും നമുക്ക്? 110 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു അളവ് എത്രയാണ്? എ ബി സി എന്നുള്ള ഈ ഒരു കോണളവ് എത്രയാണ്? 110 ഡിഗ്രിയാണ്. കോൺ എ ബി സി 150 മൈനസ് 70, 110 ഡിഗ്രി. ഇനി അടുത്തൊരു കോൺ നോക്കൂ. ഇവിടെ പി ക്യു ആർ 115 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാനുള്ളത് എന്താണ്? എസ് ക്യു ആർ ആണ്, ക്യൂവിൻ്റെ മറ്റൊരു കോണ്. അതായത് എസ് ക്യു ആർ എന്ന ഈ ഒരു കോണ്, ഇതിൻ്റെ അളവ് എത്ര നമ്മൾ കാണാം? 150ൽ നിന്നും എന്ത് ചെയ്താൽ മതി? 115 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 65 ഡിഗ്രി. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഏത് അളവ് തന്നാലും വളരെ സിമ്പിളായിട്ട് കോണളവ് കാണാൻ സാധിക്കും. അപ്പോൾ അത് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കും. ഇവിടെ ഒരു വര വരച്ചിട്ട് അതിലൊരു ഭാഗത്തുള്ള കോണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 40 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 180 ഡിഗ്രിയാണ് മൊത്തം. 180ൽ നിന്നും 40 പോയാൽ എത്രയാണ്? 140 ആണെന്നറിയാം. 180ൽ നിന്ന് 40 കുറച്ചാൽ 140 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്താ ഇതിൽ നോക്കൂ. മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് 40 ഡിഗ്രി. കണ്ടോ? ഒരു കോണിൻ്റെ അളവ് 40 ഡിഗ്രി, വിച്ച് ഈസ് 50 ലെസ് ദാൻ 90 ഡിഗ്രി.
അത് 90 ഡിഗ്രി അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് 50 ഡിഗ്രി കുറവാണ്. അതായത് 40ഉം 50ഉം ചേർന്നതാണ് എന്ത് 90 ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ 90 ഡിഗ്രി കാണിച്ചില്ല, രണ്ട് ഭാഗത്തും 90 ഡിഗ്രി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ആ 90 ഡിഗ്രിയിൽ നിന്നും എന്ത് കുറവാണ്, 50 ഡിഗ്രിയോളം കുറവാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു കോണിന്, അതായത് 40 എന്ന ഒരു കോണിന്. അതായത് 90 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രി കുറഞ്ഞതാണ് ഈ 40 ഡിഗ്രി ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള കോണിൻ്റെ അളവ് എങ്ങനെയായിരിക്കും 90 ഡിഗ്രി, അവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, പിന്നീട് ഈ ഒരു ഇവിടെ കുറഞ്ഞ ഒരു 50 ഡിഗ്രിയും നോക്കൂ. സോ മെഷർ ഓഫ് ദി അതർ ആംഗിൾ, അതായത് മറ്റേ കോണിൻ്റെ അളവെന്ന് പറയുന്നത് ഈസ് 50 ഡിഗ്രി മോർ ദാൻ 90 ഡിഗ്രി. അവിടെ 90 ഡിഗ്രി ഉണ്ട്, കൂടാതെ എന്തുണ്ട് ഇപ്പുറത്തെ കോണിൻ്റെ ഈ 40 ഡിഗ്രിയുടെ ബാക്കിയുള്ള 50 ഡിഗ്രി കൂടി അതിനോട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ 50ഉം 90ഉം എത്രയാണ് 140. അങ്ങനെ 140 കിട്ടിയതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. എന്താണ് മൊത്തം 150 ഡിഗ്രി, അതിൽ 40 കുറക്കുന്നു, ബാക്കി കിട്ടുന്നു. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അതായിരിക്കും അതിൻ്റെ മറ്റേ കോണിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 150 ഡിഗ്രിയാണ്, അതിൽ 40 ഡിഗ്രി കുറച്ചു, അപ്പോൾ ബാക്കിയുള്ളത് 140 ഡിഗ്രി. 150ൽ നിന്ന് 40 കുറച്ചു 140 ഡിഗ്രി. ഇനി ഈ ഒരു കോൺ നോക്കൂ, ഇത് 50 ഡിഗ്രിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ മെഷർ ഓഫ് ഓൺ ആംഗിൾ ഈസ് 50 ഡിഗ്രി. അവിടെ ഒരു കോണിൻ്റെ അളവെന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. വിച്ച് ഈസ് 40 ലെസ് ദാൻ 90 ഡിഗ്രി. അത് 90 ഡിഗ്രിയിൽ നിന്നും 40 ഡിഗ്രിയോളം കുറവാണ്. ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ വര ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആദ്യം എങ്ങനെയായിരുന്നു, ഇങ്ങനെ കുത്തനെയായിരുന്നു. അപ്പോൾ എന്താണ് രണ്ട് ഭാഗത്തും 90 ഡിഗ്രി. അപ്പോൾ ആ 90 ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മെഷർ ഓഫ് ഓൺ ആംഗിൾ ഈസ് 50 ഡിഗ്രി വിച്ച് ഈസ് 40 ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയിൽ 40 കുറഞ്ഞിട്ടാണ് ഉള്ളത്. ഓക്കെ. സോ ദ മെഷർ ഓഫ് ദി അതർ ആംഗിൾ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ കോണിൻ്റെ അളവ്, അതിൻ്റെ ഇപ്പുറത്തുള്ള കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈസ് 40 മോർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആദ്യമുള്ള 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും, 40 ഡിഗ്രി കൂടുതലായിരിക്കും. അപ്പോൾ 90ക്ക് ഈ 40 കൂട്ടിയാൽ എന്ത് കിട്ടും, നമുക്ക് 130 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ ഒരു കോണിൻ്റെ അളവെന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. അല്ലെങ്കിലോ 150 ഡിഗ്രിയിൽ നിന്നും 50 കുറച്ചാൽ എന്ത് കിട്ടും, നമുക്ക് 130 ഡിഗ്രി എന്ന് കിട്ടും. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. ഇങ്ങനെ ഇത് എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ചിത്രം വരച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 150ൽ നിന്ന് മൈനസ് കോണളവൊക്കെ കൊടുത്തിട്ട് ഓരോ ഭാഗത്തും കോണളവൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. കോൺ ABC, പിന്നെ കോൺ PQR അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ചെയ്തില്ല, ഇതിൻ്റെ ഉദാഹരണം ഫസ്റ്റ് കാണിച്ചല്ലോ, അതേപോലെയൊക്കെ ചെയ്യാം. മൈനസ് ചെയ്തിട്ട് 150ൽ നിന്നും മൈനസ് ചെയ്തിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇത് എഴുതിയിട്ടാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇനി മറ്റൊന്ന് നോക്കൂ, ഇവിടെ ഒരു സൈഡ് 100 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. മെഷർ ഓഫ് ഓൺ ആംഗിൾ ഈസ് 100 ഡിഗ്രി. ഇറ്റ് ഈസ് 10 ഡിഗ്രി മോർ ദാൻ 90 ഡിഗ്രി. ഇത് സാധാരണ 90 ഡിഗ്രി, അതായത് രണ്ട് മട്ടങ്ങൾ ചേർന്നാണല്ലോ ഇപ്പോൾ ഈ ഒരു കോണെന്ന് പറയുന്നത്. അതായത് 90 150 അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 90 കൂടി ഒരു 10 ഡിഗ്രി കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു 100 ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ മെഷർ ഓഫ് അതർ ആംഗിൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റേ അപ്പുറത്തുള്ള കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംഗിൾ ഈസ് 10 ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ അവിടെ 90ൽ നിന്നും 10 ഡിഗ്രി കുറവായിരിക്കും. കാരണം രണ്ട് സൈഡ് ആദ്യം 90 ആയിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് അങ്ങോട്ട് ചെരിഞ്ഞിട്ട് 10 ഡിഗ്രി അങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഈ ഒരു കോണ് 100 ഡിഗ്രി ആയി. അപ്പോൾ ഇങ്ങോട്ട് ചെരിയുമ്പോൾ ഇവിടെ 10 ഡിഗ്രി കൂടുമ്പോൾ അപ്പുറത്തെ കോണിൽ നിന്ന് എന്ത് ചെയ്തു, 10 ഡിഗ്രി കുറഞ്ഞു. കാരണം ആദ്യം 90 ആയിരുന്നു, രണ്ട് ഭാഗത്തും 90 എന്നുള്ള രീതിയിലായിരുന്നു കോൺ നിന്നിരുന്നത്. പിന്നീട് കുറച്ച് ഒന്ന് ചെരിഞ്ഞു, 10 ഡിഗ്രി എന്ത് ചെയ്തു, ചെരിഞ്ഞു. അപ്പോൾ ഇവിടെ 10 ഡിഗ്രി കൂടി, അപ്പുറത്ത് 10 ഡിഗ്രി കുറഞ്ഞു. അപ്പോൾ 90ൽ നിന്ന് 10 ഡിഗ്രി പോയാൽ എന്തായിരിക്കും, 80 ഡിഗ്രി. അപ്പോൾ ആ കോണിൻ്റെ അളവ് എത്രയാണ്, 80 ഡിഗ്രി. അല്ലെങ്കിലോ നമുക്ക് 150ൽ നിന്നും 100 മൈനസ് ചെയ്താൽ 80 എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം. ലാസ്റ്റ് ഒന്നുകൂടി നോക്കൂ, 80 ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഷർ ഓഫ് ഓൺ ആംഗിൾ ഈസ് 80 ഡിഗ്രി വിച്ച് ഈസ് 10 ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇതെന്താണ്, 90 ഡിഗ്രിയിൽ നിന്ന് 10 ഡിഗ്രി കുറഞ്ഞിട്ടാണ് ഉള്ള ഡിഗ്രിയാണ് ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് 80 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, സോ ദ മെഷർ ഓഫ് ദി അതർ ആംഗിൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആംഗിളിൻ്റെ അളവ് എത്രയായിരിക്കും, കോണിൻ്റെ അളവ് എത്രയായിരിക്കും, ഈ 90 കൂടി ഇവിടെ കുറഞ്ഞ 10 ഡിഗ്രി അവിടെ കൂടി, അവിടുത്തെ 90 കൂടി, അപ്പോൾ എന്തായിരിക്കും, 100 മാറി. ഓക്കെ. ആംഗിൾ ഈസ് 10 ഡിഗ്രി മോർ ദാൻ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അല്ലെങ്കിലോ 150ൽ നിന്ന് 80 മൈനസ് ചെയ്താൽ 100 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഷ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ 1 2 3 പ്രാവശ്യമൊക്കെ വീണ്ടും കണ്ടിട്ട് നല്ല മനസ്സിലെത്തി കണ്ടിട്ട് മനസ്സിലാക്കിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. സീ യു.